സർ? ത്യാഗരാജനെ കാണാതായതിന്റെ മൊഴിയെടുക്കാൻ വന്നതാ ഞങ്ങള്. എന്ത് മൊഴിയെടുക്കല് സർ? എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഗിരീഷിനെയും നന്ദനെയും അറസ്റ്റ് ചെയ്യും. അങ്ങനെ ചാടിക്കയറി ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാ? ആദ്യം മൊഴിയെടുക്കണം, അന്വേഷണം നടത്തണം. ആ പറയുന്നവരാണ് കുറ്റവാളികളെന്ന് സ്ഥിരീകരിക്കണം. സർ, ആ നന്ദന്റെ ഭാര്യയുടെ വീടിന്റെ മുന്നിലല്ലേ ത്യാഗരാജന്റെ വാഹനം കിടന്നത്? അതിനപ്പുറം വലിയ തെളിവെന്തിനാ? അല്ല മേഡം, നന്ദനാണ് ത്യാഗരാജനെ തട്ടിക്കൊണ്ടുപോയതെങ്കിൽ ത്യാഗരാജന്റെ വണ്ടി നന്ദന്റെ ഭാര്യയുടെ വീടിന് മുന്നിലിടുവോ? അന്വേഷണം ആദ്യം അങ്ങോട്ടാവും ഊഹിക്കില്ലേ? ഓഹോ, അല്ലെങ്കിലും നിങ്ങൾ ആ ചന്ദ്രോത്തുകാരുടെ ആളാണല്ലോ. വേണ്ട, ഞാൻ DGP നേരിട്ട് വിളിക്കാം. മേഡം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയ്ക്ക് നീതി കിട്ടുന്നത് എങ്ങനെയാണെന്ന് DGPയോട് വിശദീകരിക്കാം. ഇന്ന് രാവിലെ ചന്ദ്രോത്തിലെ നന്ദനും അവന്റെ അളിയൻ ഗിരീഷും വന്ന് ഭീഷണിപ്പെടുത്തിയതാ ത്യാഗരാജനെ കൊല്ലൂന്ന്. അതിനപ്പുറം വലിയ തെളിവ് എന്തിനാ സർ വേണ്ടത്? ഒന്നുകിൽ നന്ദൻ, അല്ലെങ്കിൽ നന്ദൻ ചുമതലപ്പെടുത്തിയ ഗുണ്ടാ സംഘം. ഇവരിൽ ഒരു ടീം തന്നെയാ ത്യാഗരാജൻ ചേട്ടനെ കൊണ്ടുപോയിരിക്കുന്നത്. അത് 100% ഉറപ്പാ. എന്തായാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടെത്താം മേഡം. കൺട്രോൾ റൂമിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പപ്പോ തന്നെ വിവരങ്ങൾ അറിയിക്കാം. ശരി മേഡം. നന്ദൻ തന്നെ ആന്റി ഇതിനൊക്കെ പുറകില്. മുമ്പ് അവനെ തട്ടിക്കൊണ്ടു പോയതിന്റെ പക തീർക്ക ഇപ്പൊ. ദേവികെ, ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ ഇവിടുത്തെ കാര്യങ്ങള്? മൊത്തത്തിൽ വിചിത്രമായിട്ട് തോന്നുന്നു ചേച്ചി. വീടിന്റെ മുന്നിൽ കിടക്കുന്നത് ത്യാഗരാജന്റെ വാഹനം തന്നെയാ, അതിൽ മാറ്റമില്ല. പക്ഷെ ആ വാഹനം എങ്ങനെയാ അവിടെ വന്നത്? ആര് കൊണ്ടിട്ടു? ത്യാഗരാജൻ എവിടെ? ഇതൊക്കെ ഉത്തരം കിട്ടാതെ കിടക്കുക. ഒരു ട്രാപ്പാണോ സംശയമുണ്ടോ ചേച്ചി? ദേവിയുടെ വീട്ടുകാരെ കണക്ട് ചെയ്ത് അതിലേക്ക് ചന്ദ്രോത്തുകാരെ എത്തിക്കാനുള്ള ട്രാപ്പ്. അപ്പൊ നമ്മളെ വിടാനുള്ള ഒരുക്കമില്ലേ? ഇതൊരു ഊഹം മാത്രമാ. എന്തായാലും ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ത്യാഗരാജനെ കാണാനില്ല എന്നുള്ളത് വാസ്തവാണോ? അതേതാണ്ട് വാസ്തവം തന്നെയാ. ആരുടെങ്കിലും കൈ കെട്ടി ശരിക്കും ഇടി കൊടുത്തിരുന്നെങ്കിൽ. അങ്ങനെ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കുടുങ്ങിയതാണോ എന്നും അറിയാൻ വയ്യ. ഹോ, അങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നു. എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചന്ദ്രോത്തുകാരുടെ വകയായിട്ട് നമുക്കും കൊടുക്കായിരുന്നു 2 ഇടി.